ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു കോമ്പറ്റീഷൻ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ചധികം പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതൊരു മേഖലയായാലും അവിടെ നിങ്ങൾക്ക് മതിയായ അറിവ് ചിലപ്പോൾ ഉണ്ടാവില്ല. എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവില്ല. ഓക്കെ, അതല്ലെങ്കിലും ഇപ്പോൾ അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും കൃത്യമായിട്ടൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഇതൊക്കെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം. അവിടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനും ഉള്ള കാരണം. ഇവിടെ ഈ ഒരു തൊഴിൽ മേഖലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊമോഷനോ മറ്റോ ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊക്കെയും അവിടെ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ചിന്തകൾ എല്ലാം വളരെ നെഗറ്റീവായിട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ചിന്താഗതി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയം വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, തീർച്ചയായിട്ടും വരും, ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ്. ഈ ഒരു സാഹചര്യമൊക്കെ കണ്ട് നിങ്ങൾ ഒരു സ്റ്റക്കായി പോകരുത്, അല്ലെങ്കിൽ വിഷമിച്ച് തളർന്നിരുന്നു പോകരുത്. നിങ്ങൾക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഓക്കെ ഡിയർ, ഈ ഒരു ബ്ലോക്കേജസ് എല്ലാം ഇതൊരു ഡിവൈൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നിയോഗമുണ്ട്. ആ ഒരു നിയോഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത ലക്ഷ്യമുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആണ് എന്ന് തോന്നി, അല്ലെങ്കിൽ അനുയോജ്യമാണെന്ന് തോന്നിയൊരു മേഖലയിലായിരിക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് വിധിയുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗം ആണ് ഇതൊക്കെയും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. ചിലർക്ക് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചേക്കും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന അവസരം എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ ഓപ്പൺ മൈൻഡോട് കൂടി അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അറിവിൻ്റെ കുറവുണ്ടെന്ന്. അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മേഖലയിൽ നിങ്ങൾ ഡെവലപ്പായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ആ മേഖലയായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത്. മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ നേടേണ്ട അറിവ് ആർജിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഭവ സമ്പത്താണ് അവിടെ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ളൊരു അറിവ് നിങ്ങൾ നേടിയെടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷനാണ് വേണ്ടത്. വളരെ ഫോക്കസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുകയും വേണം. ആക്ഷൻ എടുക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് വളരെ നല്ല ഒരു കാലം വരും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരെ സമാധാനപരമായ രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിന് മുന്നേ ഉള്ള ഒരു ഫേസാണിത്. ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ മതിയാവുകയുള്ളൂ. ഓക്കെ ഡിയർ, അതുപോലെ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, അതിനൊരു ടാരറ്റ് റീഡ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.